IPL-ലെ ആവേശപ്പോരിൽ കൊൽക്കത്തയെ 16 റൺസിന് തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് 111 റൺസ് പിന്തുടർന്ന കൊൽക്കത്ത 95 റൺസിന് പുറത്തായി. 4 വിക്കറ്റ് വീഴ്ത്തിയ യുസ്വേന്ദ്ര ചഹലാണ് വിജയ ശില്പി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, എന്തായാലും ബാറ്റർമാരുടെ പോരാട്ടമാണ് നമ്മൾ ഈ സീസണിൽ ഉടനീളം കണ്ടതെങ്കിൽ ബൗളർമാർ നിറഞ്ഞാടിയ ഒരു മത്സരമാണ് ഇന്നിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും സ്വാതി, ഈ ഒരു IPL സീസണിൽ ബാറ്റർമാരിന് മുൻതൂക്കം ഉണ്ടായിരുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു ഇതുവരെ നടന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടത് ബൗളർമാരുടെ മികച്ച പ്രകടനമാണ്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിന് 113 ഒതുക്കി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊൽക്കത്തയെ 95 റൺസിനാണ് പഞ്ചാബ് ബൗളർമാർ എറിഞ്ഞിട്ടത്. ഇതിൽ പഞ്ചാബിന് നിർണായകമായത് ചഹലിന്റെ ബോളിംഗ് 4 ഓവറാണ്. 4 ഓവറിൽ നിന്ന് ചഹൽ നേടിയത് 4 വിക്കറ്റുകളാണ്. 28 റൺസ് വിട്ടുകൊടുത്ത് മാത്രം നേടിയത് 4 വിക്കറ്റുകൾ. പിന്നെ അതേപോലെ മാർക്കോ ജാൻസനും 3 വിക്കറ്റുകൾ നേടി. ആദ്യം കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ ആദ്യ ഓവറുകളിൽ തന്നെ പഞ്ചാബ് ഒരു മേൽക്കൈ നേടിയിരുന്നു. എന്നാൽ ഇതിനെ അജിങ്ക്യ രഹാനെയും ഒപ്പം അംഗ്രീഷ് രഘുവംശിയും കൂടി ചേർന്ന് ഒരു മത്സരം കൊൽക്കത്തയുടെ കയ്യിലായിരുന്നു. എങ്കിലും പിന്നീട് ചഹലിന്റെയും അതേപോലെ യാൻസന്റെയും ഒക്കെ പന്തുകൾ കൊണ്ടാണ് ഈ ഒരു മത്സരം പഞ്ചാബ് തിരിച്ചു പിടിച്ചത്. അവസാന ഓവറുകളിൽ ആന്ദ്രെ റസൽ ആഞ്ഞടിച്ചെങ്കിലും എന്നാൽ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിനാകട്ടെ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് കണ്ടത് ഒരു തകർച്ചയായിരുന്നു. ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, സുനിൽ നാരായൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച രീതിയിൽ ബോൾ എറിയുകയും വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു 111 റൺസിനെ പഞ്ചാബിന് ഒതുക്കിയത്. പിന്നീട് അതേപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു തരത്തിൽ ഈ ഒരു ചെറിയൊരു സ്കോർ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്ന ആദ്യമായിട്ടാണ് 111 എന്ന ചെറിയ സ്കോറിനെ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്നത് പഞ്ചാബിന് ആണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. സ്വാതി. ശരി ഖിലാഫ്, IPL-ലെ ആവേശപ്പോരിലാണ് കൊൽക്കത്തയെ 16 റൺസിന് ഇപ്പോൾ പഞ്ചാബ് കിങ്സ് തോൽപ്പിച്ചിരിക്കുന്നത്.